ഇന്ന് പുസ്തക വായനയിൽ ഹർത്താൽ. ഈ കഥ എഴുതിയത് ഡോക്ടർ SD അനിൽകുമാർ. ഹരിയെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിൽ ഷീജ ആശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ബാങ്കിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ബാങ്കിന്റെ ഫാമിലി കൂട്ടായ്മയിൽ കണ്ടപ്പോൾ എല്ലാവരും അവളോട് പറഞ്ഞതും ഹരിയുടെ തിരിച്ചുവരവാണ്. ഇപ്പോൾ ഗുളികകൾ പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു. നല്ല ഉറക്കമുണ്ട്. കഴിഞ്ഞ മാസം കണ്ടപ്പോൾ രാജേഷ് ഡോക്ടർ പറഞ്ഞത് രാത്രിയിലുള്ള ഈ ചെറിയ ഗുളികയും ഉടനെ നിർത്താം. ഹരിയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഇനി ഒരു കുട്ടി കൂടിയായാൽ നിങ്ങളുടെ വീട് സ്വർഗമാവില്ലേ? ഇങ്ങനെ പറഞ്ഞു രാജേഷ് ചിരിച്ചു. അണ്ണൻ്റെ ക്ലാസ്മേറ്റാണ് രാജേഷ്. അതിൻ്റെ കരുതലും സ്വാതന്ത്ര്യവും ഹരിയേട്ടൻ്റെ ചികിത്സയ്ക്ക് കിട്ടിയിരുന്നു. ബാങ്കിലും ഹരിയേട്ടൻ ഇപ്പോൾ നല്ല സ്മാർട്ടാണ്. പഴയ ഹരിസാറിനെ തിരിച്ചു കിട്ടി. എല്ലാം ഷീജയുടെ കഴിവാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഷേർലി ബിഗ് ബസാറിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു. എന്നാൽ ഷീജയുടെ ആശങ്കകൾ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഹർത്താൽ ദിവസങ്ങൾ ഹരിയേട്ടൻ്റെ പെരുമാറ്റം തികച്ചും പേടിപ്പെടുത്തുന്നതാണ്. രാജേഷ് ഡോക്ടർ അതിന് അത്ര ഗൗരവമായി എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഷീജ രാജേഷിനോട് അതിൻ്റെ ഗുരുതരമായ ഒരു തലം പറഞ്ഞു കൊടുത്തു. ഹർത്താൽ ദിനം ഹരിയേട്ടൻ ഒരു പുതിയ മനുഷ്യനാണ്. രാവിലെ 5 മണിക്ക് തന്നെ കാറുമായി ഒരുങ്ങിയിറങ്ങും. കാറിൽ ആശുപത്രി എന്ന ബോർഡ് വയ്ക്കും. കാറിൽ ഒരു വടിവാളും കോയമ്പത്തൂരിൽ നിന്നും ബ്ലാക്കിൽ വാങ്ങിയ കള്ളത്തോക്കും എടുത്താണ് ഇറങ്ങുക. കാറുമായി മെഡിക്കൽ കോളേജിലേക്കും പിന്നെ അവിടെ നിന്ന് നഗരത്തിൻ്റെ പല ഭാഗത്തേക്കും വണ്ടി ഓടിക്കും. ഹർത്താൽ തീർന്നിട്ട് മാത്രമേ വീട്ടിലേക്ക് വരൂ. വെള്ളം മാത്രം കുടിച്ചാണ് ഈ പരാക്രമങ്ങൾ. എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമോ എന്ന് എനിക്കും ഭയമാണ്. ഹർത്താൽ ദിനത്തിൽ വല്ലാത്ത ഒരു മാനസിക ഭ്രമത്തിലാണ് ഹരി. ആരെങ്കിലും യാത്രയെ എതിർത്താൽ ആയുധം പ്രയോഗിക്കുമെന്ന് തോന്നും. കള്ളത്തോക്ക് കൊണ്ടുള്ള കൊലപാതകമെല്ലാം മാറ്റിമറിക്കില്ലേ? ഒന്നും എതിർക്കാനോ ഡോക്ടറല്ലാതെ ആരോടെങ്കിലും പറയാനോ എനിക്ക് ഭയമാണ്. ഹരിയേട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ നിശ്ചയിച്ചുറപ്പിച്ചാണ് പോകുന്നതെന്ന്. പലപ്പോഴും അണ്ണൻ പിറകെ പോയി നോക്കിയിട്ടുണ്ട്. രോഗികളെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനും തിരികെ വീട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഹരിയേട്ടൻ നടത്തുന്നത്. എന്നാൽ ഹരിയേട്ടൻ്റെ മനോനില നോക്കുമ്പോൾ ഏത് ചെറിയ തടസ്സവും ഒരു കൊലപാതകത്തിലെത്തില്ലേ? ഡോക്ടർ എനിക്കൊരു സമാധാനവുമില്ല. പിന്നെ ഷീജ പൊട്ടിക്കരയായിരുന്നു. സ്വന്തം ജീവിതം ഇനിയും കൈവിട്ടു പോകുന്ന ഒരു ദുരന്തം ഹർത്താൽ ദിനത്തിൽ അവൾ മുന്നിൽ കണ്ടു. എൻ്റെ ദുഃഖവും വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ ആഴവും രാജേഷിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. ഇടയ്ക്ക് രാജേഷിൻ്റെ കണ്ണുകൾ നിറയുകയും ചെയ്തു. ഷീജെ, ഹരിയെ എങ്ങനെ പറഞ്ഞ് നിയന്ത്രിക്കാമെന്ന് എനിക്കറിയില്ല. ചിന്നുമോളുടെ ഓർമ്മകളും ആ സംഭവവും ഹരിക്ക് കുറേ കാലത്തേക്ക് മറക്കാനാവില്ലല്ലോ. ഷീജ പ്രാർത്ഥിക്കുക. ഞാൻ അടുത്ത ആഴ്ച ഹരിയെ കാണാം. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ രാജേഷിനെ കാണാൻ പോയത്. ഇന്നലെ ഹരിയെ രാജേഷ് കണ്ടിരുന്നല്ലോ. എന്നെ കണ്ടപ്പോൾ രാജേഷിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. അത് കണ്ടപ്പോൾ എൻ്റെ വേദന കൂടി. ഒന്നും മിണ്ടാതെ രാജേഷ് എന്നെ ഒരു മൊബൈൽ ഓഡിയോ കേൾപ്പിക്കുകയായിരുന്നു. ഹരിയേട്ടൻ്റെ വാക്കുകളായിരുന്നു ഓഡിയോയിൽ. ഡോക്ടറെ, ഷീജ എൻ്റെ മനസ്സിലേക്കാണ് ചിന്നുവിനെ പെറ്റിട്ടത്. ഞാൻ അവൾക്കൊപ്പം വളരുകയായിരുന്നു. നേരം പുലർന്നതും സൂര്യൻ മറഞ്ഞതും അവൾക്കൊപ്പം. അങ്ങനെ 7 വർഷങ്ങൾ. അവൾക്ക് ശ്വാസം മുട്ടുമ്പോൾ എനിക്കും ശ്വാസം മുട്ടുമായിരുന്നു. ആ നശിച്ച ഹർത്താൽ ദിനത്തിൽ ഡോക്ടറിനറിയില്ലേ? അവരെൻ്റെ മകളെ കൊന്നതല്ലേ? വണ്ടി തടഞ്ഞ് തെറി പറഞ്ഞിട്ട് 4 ടയറിലെയും കാറ്റ് കുത്തി കളഞ്ഞില്ലേ? എന്നിട്ടും വലിവുള്ള ചിഹ്നവുമായി ഞാൻ 2 കിലോമീറ്റർ ഓടുകയായിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ പടിക്കലെത്തിയപ്പോൾ അച്ഛാ എന്ന് വിളിച്ചു. ചിന്നു ഒന്ന് വെട്ടി. പിന്നെ അവൾ എന്നെ അങ്ങനെ വിളിച്ചില്ലല്ലോ. ഒരു തോക്ക് കൈവശമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ചിന്നു ഇന്നും എന്നെ അച്ഛാ എന്ന് വിളിക്കുമായിരുന്നു. എൻ്റെ നെഞ്ചിൻ കൂട്ടിൽ ആ വിളി ഗദ്ഗതമായി കെട്ടിക്കിടക്കുന്നു. ഓഡിയോ ഓഫ് ചെയ്ത് രാജേഷ് എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ പതിയെ പറഞ്ഞു, ഷീജെ, ആത്മാവുകൾ ജീവരൂപങ്ങളായി ജനിച്ച് സ്നേഹിക്കുന്നതല്ലേ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മകൻ, മകൾ? ശരീരം നശിച്ചാലും ആത്മാവ് പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഹർത്താലിലെ ഹരിയുടെ യാത്രകൾ ആത്മരതിയാണ്. അത് അവസാനിക്കണമെങ്കിൽ ഹർത്താലോ ഹരിയോ അവസാനിക്കണം. ചില ദുരന്ത മുഖങ്ങളിലാണ് ജീവിതം കൂടുകെട്ടുന്നത്. നിന്റെ പ്രാർത്ഥനയും വിശ്വാസവും ദുരന്തങ്ങളെ ഒഴിവാക്കട്ടെ.